കുബേരന് കുറച്ച് അഹങ്കാരം അങ്ങോട്ട് തോന്നി. ഞാനാണ് ലോകത്തെ ഏറ്റവും എല്ലാ ധനവും എൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയില്ലേ അഹങ്കാരം, ഞാനെന്ന ഭാവം, അത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു. അത് കൂടി കഴിഞ്ഞാൽ കുറച്ചു കാലം ദൈവശക്തി നമ്മുടെ കൂടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ ടപ്പേന്ന് താഴെ വീഴും. അപ്പോൾ നമ്മൾ ഒരിക്കലും എൻ്റെ ഞാൻ അഹങ്കാരം അത് പാടില്ല. അതാണ്. പിന്നെ ഒരാൾക്ക് കുറച്ച് കൂടുതൽ എന്തെങ്കിലും ധനം ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ എന്താ അത്ര കൂടുതൽ, എനിക്കെന്താ ഇപ്പോൾ കുറവ്? ഭഗവാൻ നമ്മൾ വരുന്നതിൻ്റെ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ലിസ്റ്റിൽ അക്കൗണ്ടിൽ എത്ര കൊടുക്കണം. അത് നമ്മുടെ സമയമാകുമ്പോൾ കിട്ടും. നമ്മൾ പറയും അതാത് സമയത്ത് കിട്ടും എന്ന് വെച്ച് ഒരാൾക്ക് കൊടുത്ത സമയത്ത് തന്നെ എനിക്ക് കിട്ടണമെന്നില്ല. പിന്നെ ചിലപ്പോൾ കൂടുതലും കുറവും ഏറ്റക്കുറച്ചിലുണ്ടാവാം. അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ചില പാപകർമ്മങ്ങളാവാം. അതാവും ദുഃഖം കൂടുതലുണ്ടാവുന്നത്. അത് ഈ ജന്മത്തിൽ അനുഭവിച്ച് തന്നെ തീരണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവൻ്റെ കുടുംബം ഇവരായിട്ട് നല്ല ടേംസിലാണ്, പറയില്ലേ ഞങ്ങളായിട്ട് ഗുഡ് ടേംസാണ്, നല്ല ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറയും എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആരാധിക്കുന്ന ആൾക്കാരെ. അപ്പോൾ ശിവനെയും പാർവതി കുടുംബം അവിടെ വിരുന്നിനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് ഒരു കൊട്ട് കൊടുക്കണം എന്നുള്ളതിൽ തന്നെ പാർവതി ശിവനെ തീരുമാനിച്ചിട്ട് അവരവരെ കാരണം പറഞ്ഞു. കുറച്ച് തിരക്കിലാണ്. നമ്മളിപ്പോൾ പറയില്ലേ ഒരു കല്യാണം വിളിക്കാൻ എന്തെങ്കിലും വന്നാൽ നല്ല നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടവരാണ് കുടുംബസമേതം പോകുക. അത്ര ഇഷ്ടമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആരെങ്കിലും പറഞ്ഞു വീട്ടിൽ നിന്ന് കാരണവരറിയുമ്പോൾ ഒട്ടുമൊന്നുമില്ല, വിളിച്ചതല്ലേ പോവാതിരിക്കുന്നെങ്ങനെ ഇപ്പം എങ്ങനെയാണ് നാട്ടു നടപ്പല്ലേ. ഇപ്പം വീട്ടിൽ ചെറിയ കുട്ടിയാകുമ്പോൾ അത്രയ്ക്ക് താല്പര്യമുള്ളൂ. അതന്നെ അപ്പം ഇവിടെ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, ഇദ്ദേഹത്തിനെ ഏതൊന്ന് പാഠം പഠിപ്പിക്കണതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഗണേശ ഭഗവാനോട്, അത് ഞാൻ ഗണേശൻ്റെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ഗണേശ ഭഗവാനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഗണേശന് ഇഷ്ടമായി. അവിടെ കുറേ കഴിക്കാൻ കിട്ടുമല്ലോ, എത്ര കിട്ടിയാലും മതിയാവും, എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് തപ്പി നടക്കുന്ന ആൾ. വളരെ സന്തോഷമായി. അച്ഛനോട് നന്ദിയൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും കാലൊക്കെ വണങ്ങി നമസ്കരിച്ച് പുറപ്പെട്ടു വിടുന്ന. കുടവാനൊക്കെ വെച്ച് കുണുങ്ങി തലയൊക്കെ ആട്ടി ചെവിയൊക്കെ ആട്ടി, അതാ ചെവി ആട്ടി വാന്ന് പറഞ്ഞ് ഗണേശനെ ഞാൻ വിളിച്ചത് നേരത്തെ, അത് ശ്ലോകം പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുന്ന കണ്ടപ്പോൾ കുബേരൻ വലിയ കാര്യത്തിൽ സ്വീകരിച്ച് ആദ്യം മനസ്സിൽ തോന്നി, അല്ല ഇപ്പം ഈ അച്ഛനും അമ്മയും വിളിച്ചത് ഈ കുട്ടിയപ്പം കൊണ്ട് വിട്ടത്, ഇവനിപ്പം എന്ത് കഴിക്കാനും ചെറിയ കുട്ടിയല്ലേ അത്, അത്ര ഒരു മനസ്സിൽ തോന്നി, അത്ര രസം തോന്നിയില്ല. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്താണാവോ വരാതിരുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞു അച്ഛൻ കുറച്ച് തിരക്കിലാണ്, അമ്മയ്ക്കും വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ വിട്ടത്. ശരി, കാലുകഴുകൽ ആദിത്യം മര്യാദയും സ്തുതി ഇതൊക്കെ ചെയ്തു, പീഠത്തിൽ ഇരുത്തി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഭക്ഷണം എല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗണേശന ശിവ ഫാമിലി ചെല്ലുന്നെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ഈ ഗണേശൻ എന്ന് പറഞ്ഞാൽ ലഡു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ പറയുന്നത്, കരിമ്പ് ഇത് ഇഷ്ടമാണ്. അവര് വളരെ ശർക്കര അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് സുഖിയൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറേ ആഹാര സാധനങ്ങൾ ഇഷ്ടം പോലെ പ്ലേറ്റുകൾ സ്വർണ്ണ പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓരോന്നെടുക്കും വിഴുങ്ങും, അടുത്തതെടുക്കും വിഴുങ്ങും, അടുത്ത് വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ തീർന്നു. എനിക്ക് വിശക്കണോ എന്തെങ്കിലും കഴിക്കാൻ തരുമെന്നായി. പിന്നെ അപ്പോൾ പറഞ്ഞ ഇതിപ്പോൾ മുഴുവൻ കഴിച്ചു തീർത്തോ, ഭടന്മാർ കൊണ്ടിങ്ങോട്ട് വെക്കുമ്പോഴേക്കും അത് മുഴുവൻ തീരും. അപ്പോൾ പറഞ്ഞ് നീ കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണ സാധനം അതും കൊണ്ടുകൊടുത്തു. അത് ഒരു നിമിഷം കൊണ്ട് വിഴുങ്ങി. എനിക്ക് വിശക്കണോ എനിക്ക് കഴിക്കാൻ തരുമോ, അത് പറഞ്ഞ് പിന്നെയും ബഹളം അങ്ങോട്ട് തുടങ്ങി. ഒരു നിവൃത്തിയില്ല. അപ്പോൾ പിന്നെയും ഭക്ഷണം ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട്, അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ പാചകം ചെയ്യാനൊക്കെ, നിറയെ ഭക്ഷണം ഉണ്ടാക്കി അതും കൊണ്ടു കൊടുത്തു. അതും ഒരു നിമിഷം കൊണ്ട് തിന്ന് തീർത്തു. അവസാനം ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം തീർന്നു, ഉണ്ടാക്കാൻ ഇനി സമയമില്ല. അപ്പോൾ ധാന്യങ്ങൾ അങ്ങനെ പച്ചക്കുള്ള ധാന്യങ്ങൾ എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി. അതും കഴിഞ്ഞു. എനിക്ക് വിശക്കണോ എനിക്ക് കഴിക്കാൻ തരും. പിന്നെ ഈ പെഞ്ഞങ്ങളുടെ കരച്ചിലും അങ്ങോട്ട് തുടങ്ങി. അത്രമാത്രം വിശപ്പാണ് അവിടെ എത്തിയത് കാണിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്തത്, അടുത്തിരുന്ന പ്ലേറ്റുകൾ വിഴുങ്ങാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുട്ടകങ്ങൾ, പാത്രങ്ങൾ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ കണ്ട ദ്രവ്യങ്ങൾ എന്തൊക്കെയുണ്ടോ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങി. കുബേരന് സങ്കടം വരാൻ തുടങ്ങി. കുബേരൻ്റെ അവിടെ എന്തൊക്കെ സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുഴുവൻ വിഴുങ്ങി. എന്നിട്ട് ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റണില്ല കുബേരനെ. അപ്പൊ അടുത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ധാന്യങ്ങൾ എന്തൊക്കെ വേഗം വണ്ടികളിൽ എത്തിച്ചിട്ട് അതും കൊടുത്തു. അയൽക്കാരുടെ രാജ്യങ്ങളിലുള്ള ധാന്യങ്ങളും സാധനങ്ങളും ആഹാരം വെച്ചത് മുഴുവൻ തീർന്നു. എന്നിട്ട് ഇവിടെ ശരിയാവുന്നില്ല. പിന്നെ എനിക്ക് വിശക്കണം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുബേരന് മനസ്സിലായി ഇതെന്തോ എന്നെ പറ്റിക്കാനുള്ള പണി തന്നെയാണ്. അപ്പോൾ കുബേരന് മനസ്സിലായി ഞാൻ വലിയവനാണ്, ഞാൻ എല്ലാവർക്കും ദാനം കൊടുക്കുന്നവനാണ്. അതൊക്കെ വിചാരിച്ചിരുന്നത് ഒരു ചെറിയൊരു കുട്ടി ആതിഥേയനായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഒരു ഗസ്റ്റ് വന്നിട്ട് എനിക്ക് അതിന് ആതിഥ്യ മര്യാദ ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ലോ എന്നുള്ള സങ്കടം വരാൻ തുടങ്ങി. അവസാനം ഒരു തരത്തിലും രക്ഷയില്ല എന്ന് വന്നപ്പോൾ ശിവനേ എന്ന്
പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. മഹാശിവനെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശിവന്റെ ഒരു ഭക്തനും കൂടിയാണല്ലോ കുബേരൻ. അപ്പോൾ പാർവതി വന്നില്ല, ശിവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛാ എനിക്ക് വിശക്കണം, എനിക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല. പിന്നെ അത് തന്നെ പറയണം. അപ്പൊ അച്ഛൻ ഒന്നവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു മലര് എടുത്തിട്ട് ഒരു പിടി 2 മലര് കൊടുത്തു. കുട്ടി അത് കഴിച്ചു കഴിഞ്ഞപ്പോ വലിയൊരു ഒരേമ്പക്ക വിട്ടു വയറ് മതി എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇത്രയും മലര് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് മലര് വെക്കുന്നത്. ഇത് കഥാരൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഥകളുടെ പുസ്തകങ്ങളിലുണ്ട് ഇതൊക്കെ ഗ്രന്ഥങ്ങളില്. അപ്പോൾ നമുക്കൊരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയവൻ, ആ ഭാവം അതോടുകൂടെ അവിടെ ഇങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പൊ അതാണ് അത് പറയുന്നത്. പിന്നെ മാതൃപഞ്ചകത്തിന്റെ ഈ കഥ ഇത്രയും പറയുന്നുള്ളൂ. പിന്നെ മാതൃപഞ്ചകത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യ ശരീരം പല എന്താ പറയുന്ന ഈ പുഴു അങ്ങനെ പല ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് എത്ര യോനികളിൽ വന്ന് എത്ര രൂപത്തിൽ നമുക്ക് രൂപം കൊണ്ടിട്ട് എത്ര ജീവജാലങ്ങൾ ലോകത്തുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് കുറേ എത്ര ജന്മങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. ആ മനുഷ്യ ജന്മം മനുഷ്യരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത കാരണം അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ ആ കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് അത് പറയുന്നുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചേ വരും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ രാമായണം വരാനുള്ള കാര്യം മഹർഷിമാരെ പിടിച്ച് കാളിദാസൻ പോയതും പിന്നെ പറഞ്ഞില്ലേ എന്താ എല്ലാവരും പിടിച്ചു പറിക്കുക. അപ്പോൾ ചെറിയ രൂപത്തിൽ പറയുന്നത് വേറെ കഥകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ പറഞ്ഞു നീ പറയുന്നത് കുടുംബം പുലർത്താനാണ് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ നിന്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചിട്ട് വാ, നീ ചെയ്യുന്ന ഈ പാപകർമ്മം അവരും അതിൽ പങ്കുകൊള്ളുവോ, അത് നീ തന്നെ അനുഭവിക്കോ. ഓടിപ്പോയി ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ മക്കൾ എന്തിനാ അനുഭവിക്കുന്നത്, ആരാ ചെയ്തവരനുഭവിക്കണം.